അപ്പോൾ ജർമ്മൻ ആൽഫബറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൽഫബറ്റ്സ് നമ്മൾ Z വരെ എഴുതുമ്പം നോർമലായിട്ടാണ് എഴുതുന്നത്. അതായത് നമ്മുടെ ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ABCDEFGHIJKLMNOPQRSTUVW XYZ. ഓക്കെ, ഇത്ര എഴുതുമ്പം നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രൊനൗൺസിയേഷൻ വേറെയാണ്. അതായത് നമ്മൾ ജർമ്മനിൽ ആ എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നുള്ള ലെറ്റർ ഇപ്പോൾ കാണുമ്പോൾ നമ്മളെ വായിക്കേണ്ടത് എങ്ങനെയാണ്? ആ. ബി എന്നുള്ള ലെറ്റർ കാണുമ്പോൾ ബേ. സി എന്നുള്ള ലെറ്റർ കാണുമ്പോൾ സേ. ഡി എന്നുള്ള ലെറ്റർ കാണുമ്പോൾ ഡേ. എ. ശ്രദ്ധിക്കുക, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ. എഫിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ്. ജി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഗേ. ശ്രദ്ധിക്കുക, ജി എപ്പോഴും നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഗേ. ഓക്കെ. എച്ച് ഹാ. ഐ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ഈ. ശ്രദ്ധിക്കുക, ഐ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഈ. എങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്തത്? എ. ഐ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ഈ. ഓക്കെ. പിന്നെ ജെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യോട്ട് എന്നാണ്. എന്താണ്? യോട്ട്. ഓക്കെ. ജെയ്ക്കുള്ള സൗണ്ട് വൈ, യോട്ട്. ഓക്കെ, വൈ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. കെ എങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് വെച്ചാൽ കാ. ഓക്കെ, കാ. എൽ എം എൻ ഓ പി ക്യൂ എങ്ങനെയാണ്? കൂ. ആർ എർ. എസ് ടി ടേ. യു ഊ. ബി ഫൗ. എന്താണ്? ഫൗ. ബി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൗ. ഡബ്ല്യു വേ. എന്താണ്? വേ. എക്സ് നമ്മൾ ഇക്സ് പ്രൊനൗൺസ് ചെയ്യും. എന്താണ്? ഇക്സ്. വൈ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യുപ്സിലോൺ. ഓക്കെ, ശരിക്കും ഇത് യു ഉംലോട്ട് എന്ന് പറഞ്ഞൊരു വവ്വലാണ്. ഓക്കെ, യു ഉംലോട്ട് PSILON. യുപ്സിലോൺ. വൈ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? യുപ്സിലോൺ. ഓക്കെ. സെഡിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സെറ്റ്. ഓക്കെ, സെറ്റ്. പിന്നെ ഇതിന് പുറമേ നമ്മൾ 4 വവ്വൽസ് ഉണ്ട്. ഓക്കെ, വവ്വൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിലുണ്ടല്ലോ AEIOU. അതുപോലെ 4 വവ്വൽസാണ്. ഈ മുകളിലത്തെ 2 കുത്ത്, ഈ ചിഹ്നത്തിന് നമ്മൾ പറയുന്നതാണ് ഉംലോട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഉംലോട്ട്. എ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ആ. അപ്പം
ആ ഉംലോട്ട്. യുവിനെ നമ്മളെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഊ. ഉംലോട്ട്. ഓയെ നമ്മളെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഓ. ഓ ഉംലോട്ട്. പിന്നെ ഒരെണ്ണമുള്ളത് നമ്മൾ ഈ ബീറ്റ ഒക്കെ എഴുതത്തില്ല എന്ന് പറഞ്ഞ പോലെ എഴുതുന്ന ഒരു ചിഹ്നമാണ്. അതിനെ നമ്മൾ പറയുന്നതാണ് എസ്സെറ്റ്. എസ്സെറ്റ്. അപ്പം ആ ഉംലോട്ട്, ഉ ഉംലോട്ട്, ഓ ഉംലോട്ട്, എസ്സെറ്റ്. എസ്സെറ്റ്. എസ്സെറ്റ് നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിക്കാറില്ല വാക്കുകളിൽ. അപ്പം നമ്മുടെ ആൽഫബറ്റ്സ് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ആ, ബേ, സേ, ഡേ, എ, എഫ്, കെ, ഹ, ഇ, യോട്ട്, ക, എൽ, എം, എൻ, ഒ, പേ, കു, എർ, എസ്, ടെ, ഉ, ഫൗ, വേ, ഇക്സ്, യുപ്സിലോൺ, സെറ്റ്. ഇനി വവ്വൽസ് ഏതൊക്കെയാണ്? ആ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, സോറി ഊ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, ഓ. നമ്മൾ വെറും ഓ എന്നല്ല വായിക്കുന്നത്, ഓ. ഓ ഉംലൗട്ട്, എറ്റ്സെറ്റ്. ഓക്കെ. ഇനി നമുക്ക് ഇത് സ്പെല്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കാം. എക്സാമ്പിൾ. എൻ്റെ പേര് ഇംഗ്ലീഷ്, എൻ്റെ പേര് ഇംഗ്ലീഷ് സ്പെല്ല് ചെയ്യുന്നത് ANCY അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ജർമ്മനിയിൽ നമ്മൾ സ്പെല്ല് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കും? എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ അല്ലേ? ആ സൗണ്ടാണ് ഈ പറയുന്നത്. ആ. എൻ. സി എന്തുവായിരുന്നു? സേ. സൈലൻ്റ് ആണ്, സേ. വൈക്ക് എന്തുവായിരുന്നു? യുപ്സിലോൺ. യുപ്സിലോൺ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വരിക? നമ്മൾ ആയിക്ക് എക്ക് ആന്നെഴുതും. എന്നിന് നമ്മൾ എന്താണ്? എന്നും തന്നെയാണ് എഴുതുന്നത് അല്ലേ? പ്രൊണൗൺസിയേഷനും എന്നും തന്നെയായിരിക്കും. പക്ഷേ എക്ക് ആയായിരിക്കും, എന്നിന് എന്നായിരിക്കും. സി പ്രൊണൗൺസിയേഷൻ സേ അല്ലേ? സേ. പിന്നെ വൈക്ക് നമ്മളെങ്ങനെ? യുപ്സിലോ. ഓക്കെ, മനസ്സിലായോ? വേറൊരു സിമ്പിളായിട്ടുള്ളൊരു അക്ഷരം എന്താ പറയുക? മായ. മായ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്? എം ആ യുപ്സിലോൺ ആ. എം ആ യുപ്സിലോൺ ആ. മനസ്സിലായോ? ഓക്കെ. അപ്പം എല്ലാവരും അവരവരുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പേരിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ ഒരു പേര് നമുക്ക് സ്പെല്ല് ചെയ്യാം. JUSTIN. ജസ്റ്റിൻ.
ജെ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? യോട്ട്. യു എങ്ങനെയായിരുന്നു നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഊ. എസ്. ഛേ. ഈ. ഐ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഈ. എൻ. ഇപ്പം എന്തായിരുന്നു? ജെ എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്? യോട്ട്. യു എങ്ങനെയായിരുന്നു? ഊ. ഊ. ഊ അല്ലേ? എസ്സിന് എസ്. ചി. ചി എങ്ങനെയായിരുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്? ഛേ. ഐ. ഈ. എൻ. എൻ. ജസ്റ്റിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? യോട്ട്. ഊ. എസ്. ഛേ. ഈ. എൻ. അപ്പോൾ എല്ലാവരും അവരവരുടെ പേര്, അവരുടെ റിലേറ്റീവ്സിൻ്റെ പേര് എല്ലാം എഴുതി പ്രൊണൗൺസ് എങ്ങനെ ചെയ്യുന്ന, ലെറ്റർ എങ്ങനെ വായിക്കുന്നതെന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഓക്കെ. നമ്മൾ വായിക്കേണ്ടത് ആൻസീൻ തന്നെയാണ്. ആൻസിപ്സിലോൺ വായിക്കില്ല, മനസ്സിലായോ? ലെറ്റേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഈ പറഞ്ഞത്. ഓക്കെ. നമ്മൾ പിന്നെ പുതിയ ലെറ്ററുകളും വാക്കുകളും ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അതായത് സ്പെല്ലിങ് മാത്രമായിട്ട് നമ്മൾ വായിക്കില്ലല്ലോ, ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മാറ്റം എന്നൊക്കെ നമ്മൾ പഠിക്കും. സ്വയമേ പഠിച്ച് പെട്ടെന്ന് വരും. ഓക്കെ. അപ്പോൾ എല്ലാവരും അവരവരുടെ പേര്, റിലേറ്റീവ്സിൻ്റെ പേര് ഇതെല്ലാം എഴുതി അതിൽ നിന്ന് സ്പെല്ലിങ് ഓരോന്നോരോന്ന് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പഠിച്ച് വയ്ക്കുക. ഓക്കെ. അപ്പം ഒന്നുകൂടെ ഒന്ന് നോക്കാം. ആ, ബേ, സേ, ഡേ, എ, എഫ്, ഗേ, ഹാ, ഈ, യോട്ട്, കാ, എൽ, എം, എൻ, ഒ, പേ, കു, എസ്, ടെ, ഉ, ഫൗ, ബേ, എക്സ്, ഇപ്സിലോൺ, സെറ്റ്, ആംലോട്ട്, umlaut, umlaut, set. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ. എല്ലാവരും പഠിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. താങ്ക് യു ഫോർ വാച്ചിങ്.